നമസ്കാരം കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലാണ്. ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മൃഗശാല കോമ്പൗണ്ട് ഉള്ളിലാണ്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അഥവാ പ്രകൃതി ചരിത്ര മ്യൂസിയം. ഈ മ്യൂസിയം സ്ഥാപിതമാവുന്നത് 1964-ലാണ്. മൃഗങ്ങൾ, സസ്യങ്ങൾ, കടൽ ജീവികൾ, പക്ഷികൾ എന്നിവയുടെ നിലവിലുള്ളതും ചരിത്രപരമായിട്ടുള്ള രേഖകളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. 50 രൂപയാണ് പ്രദർശനം കാണുന്നതിനുള്ള ടിക്കറ്റിന്റെ റേറ്റ്. സ്കെൽട്ടൽ ഗാലറി. ഇവിടെ വിവിധതരം മൃഗങ്ങളുടെ അസ്ഥികളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഇന്ത്യൻ ഫിൻ തിമിംഗലത്തിന്റെ ഭീമാകാരമായിട്ടുള്ള താടിയലിന്റെ അസ്ഥിയാണ്. മാത്രമല്ല ഇവിടെ സാമ്പാർമാൻ, ഒട്ടകപ്പക്ഷി, യമു, കഴുത, പിടിയാന, മനുഷ്യക്കുരങ്ങ് തുടങ്ങിയവയുടെ അസ്ഥികൂടങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പോകുന്നത് ബാറ്റ്സ് ഗാലറിയിലേക്കാണ്. ഇവിടെ 15 വലിയ വലിപ്പത്തിലുള്ള ഡിസ്പ്ലേ ഗാലറികളിൽ 503 പക്ഷികളുടെ സ്റ്റഫ് ചെയ്ത ശേഖരമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള പക്ഷികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗത്ത് ആഫ്രിക്കൻ സോൺ, ഏഷ്യൻ സോൺ എന്നിങ്ങനെ മൃഗങ്ങളെ രണ്ടായി തിരിച്ച് അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ച തരത്തിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ കാണുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും അവരുടെ ട്രഡീഷണൽ വസ്ത്രങ്ങളണിഞ്ഞ മിനിയേച്ചർ രൂപങ്ങളും കേരളത്തിന്റെ ചരിത്രകാലം ഓർമ്മപ്പെടുത്തുന്ന മിനിയേച്ചർ രൂപങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഭാഗത്ത് വിവിധയിനം കടൽ ജീവികൾ, പാമ്പുകൾ, പല്ലികൾ, ആമകൾ എന്നിവയുടെ അസ്ഥികളും മാത്രമല്ല പലതരത്തിലുള്ള ജീവികളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളും വിദ്യാർത്ഥികളും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥാപനമാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അഥവാ പ്രകൃതി ചരിത്ര മ്യൂസിയം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാ പേരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ പേർക്കും ഗുഡ് ബൈ.